എന്താണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ഇൻട്രോയും അതിനുശേഷമുള്ള സംഭവങ്ങൾ കണ്ട് ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇത്രയും ഇമേജുള്ള പീക്ക് ഇമേജുള്ള ഒരു സ്റ്റാർ റോൾ ആ ഒരു ഇമേജ് പൊളിക്കാൻ അദ്ദേഹം എടുത്ത ധൈര്യം, അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ എന്തിനാണ് ഈ റോൾ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. കാരണം അങ്ങേറ്റം കൈയടക്കത്തോടെ ആ ഒരു ഗ്ലാമർ, ആ ഒരു ഹീറോയിസൊക്കെ പൊളിച്ചിട്ട് ഒരു തനി വില്ലനിസം, അതായത് അങ്ങനെ ഒരു ഷെയ്ഡുകൾ, ഗ്രേ ഷെയ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ഡാർക്ക് ഷെയ്ഡിലാണ് റോൾ ചെയ്തിരിക്കുന്നത്. അത് സ്പോയിലറാണോ എന്ന് അറിയില്ല, പക്ഷെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ട ഇഷ്ടം കുറയുമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഈ സിനിമയിൽ ഇതുവരെയുള്ള സീനുകൾ തന്നെ കണ്ടാൽ തന്നെ മതിയാവും. അതുപോലെ തന്നെ വിനായകനായിട്ട് കണ്ടുമുട്ടുന്ന സീനൊക്കെ വേറെ ലെവൽ സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പാണ്, പക്ഷേ ഓരോ സീനും നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിലാണ് മമ്മൂക്ക പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. പെർഫോമൻസ് കാണുന്നവർക്ക് മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത ഇത്രയും വലിയ ഒരു കാലയളവിൽ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വീണ്ടും മമ്മൂക്ക പുതിയൊരു മുഖവുമായി നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ്. മസ്റ്റ് വാച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് തന്നെ ഇത്രയും ഗംഭീരമാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്കയും വിനായകനും കൂടെ തകർക്കുന്നതാണ്. ഇതിൽ വരുന്ന ചെറിയ ആർട്ടിസ്റ്റുകൾ പോലും അവരുടെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഒരുപാട് പേർക്ക് സംവിധായകനും മമ്മൂക്ക കമ്പനി അവസരം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും ഓരോ റോളും ഭംഗിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല, അത്രയും മികച്ച അവതരണം തന്നെയാണ്. മമ്മൂക്കയുടെ കാര്യം പറയണ്ടല്ല, അദ്ദേഹത്തിൻ്റെ പ്രായം വെറും ചമ്പറാന്ന് തെളിയിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇനി ആക്സിറ്റ് കൊടുക്കട്ടെ. അദ്ദേഹം മികച്ച പ്രകടനം തന്നെ. ഏതാണ് വിനായകൻ മമ്മൂക്കയോടൊപ്പം തന്നെ നിൽക്കുന്ന പ്രകടനം തന്നെ. അദ്ദേഹവും മികച്ച താരമാണെന്നുള്ളത് നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ അന്യഭാഷയിലും പോയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുള്ള ജയിലർ 2 പോലുള്ള രജനീകാന്ത് ചിത്രത്തിൽ പോലും രജനീകാന്തിനെ കാട്ടി മുകളിൽ നിൽക്കുന്ന പ്രകടനം നടത്തിയ ഒരു വ്യക്തിയാണ് വിനായകൻ. അപ്പോൾ അദ്ദേഹവും മമ്മൂക്കയും കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തീയാണ്. ഇനി കാട്ടു തീയാണെന്നാണ് നോക്കേണ്ടത് സെക്കൻഡ് ഹാഫ്. ഓക്കെ എന്നാൽ.